നമസ്കാരം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ നോവലിൻ്റെ 23-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സംഘർഷം വളർന്നു വരികയാണ്. സർക്കാർ നൽകുന്ന കാർഡുള്ളവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് പപ്പൂട്ടിയുടെയും ഭാസ്കരൻ്റെയും നേതൃത്വത്തിൽ പ്രസ്ഥാനത്തോട് അനുഭാവമുള്ള ഒരു 10-15 പേര് ഘോഷയാത്രയായിട്ട് ചെന്ന് തങ്ങൾക്ക് കാർഡ് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. മേയർ രാമൻ വക്കീലിനെ തള്ളി മാറ്റി അവർ ഓഫീസിലേക്ക് കയറി അടുക്കി വെച്ചിരുന്നതായ കാർഡുകൾ വലിച്ചു വാരിയിട്ട് കടലാസുകൾ നിരത്തിയിട്ട് കൂട്ടി തീ വെച്ചു. കാലാകാലമായി പറക്കുന്ന പതാക വലിച്ച് താഴെ ഇട്ടപ്പോൾ കയ്യിൽ കിട്ടിയ ത്രിവർണ പതാക അവർ മെറിയുടെ മുകളിൽ വലിച്ചു കെട്ടുകയാണ്. അവിടെ അക്ഷമനായി മയ്യഴിയിലേക്ക് നോക്കി നിന്ന നമ്മുടെ ദാസന് വാസൂട്ടി തടയാൻ ശ്രമിച്ചിട്ടും അവരോടൊപ്പം ചേർന്ന് പോലീസുകാർ അന്തം വിട്ടു നിൽക്കുമ്പോൾ കലാപകാരികളെ നയിച്ചുകൊണ്ട് ദാസൻ മുന്നോട്ട് നീങ്ങുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥരൊക്കെ കലാപകാരികളോടൊപ്പം ചേർന്നു. മയ്യഴിയുടെ മാറിൽ ചോരപ്പാടുകൾ വീഴ്ത്തിക്കൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഓരോന്നായി അവർ കീഴടക്കിയ അവസാനം മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവിലേക്ക് ചെന്നു. തൻ്റെ ബംഗ്ലാവിൻ്റെ മുകളിൽ ദൂരദർശിനിയുമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള മൂപ്പൻ സാഹിബ് വെടിവെക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ വെടിവെക്കാൻ കൽപ്പനയില്ലാത്ത പോലീസുകാർക്ക് പാവകളെപ്പോലെ നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. മെറിയുടെ മുകളിൽ ത്രിവർണ പതാക പാറുന്നതിനിടെയായ സാഹചര്യം എന്ത്? കലാപകാരികൾ മയ്യഴി കീഴടക്കിയത് എങ്ങനെ? ഇങ്ങനെ 2 ചോദ്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. മയ്യഴിക്ക് മുകളിൽ അങ്ങകലെ വെള്ളിയാങ്കല്ലിൽ നിന്ന് വരുന്ന ഇളം കാറ്റിൽ നിരവധി ത്രിവർണ പതാകകൾ പാറിക്കളിക്കുകയാണ് ചെയ്യുന്നത്. മയ്യഴിയിലെ കലാപം അവസാനിക്കുമ്പോൾ ദാസൻ വീട്ടിലേക്ക് വരികയാണ്. ദാസനെ കണ്ടിട്ട് ഗിരിജ വളരെ സന്തോഷത്തോടെ ഓടി വരികയാണ്. പത്തായപ്പുരയിൽ നിന്ന് കുറുമ്പിയമ്മയും ഇറങ്ങി ദാസന്റെ സമീപത്തേക്ക് വരുന്നുണ്ട്. ഗിരിജ തൻ്റെ ഏട്ടനെ ഒരു നോക്ക് കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. കലാപം തുടങ്ങിയതോട് വാതിലടച്ചെല്ലാവരും അകത്തിരിക്കുകയാണ്. വെളിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കുറുമ്പിയമ്മയ്ക്കോ ഗിരിജയ്ക്കോ അറിയത്തില്ലായിരുന്നു. ദാസന്റെ വലതു കണ്ണൊക്കെ വിങ്ങിയിട്ടുണ്ട്. കവിളിൽ ഉണങ്ങിയ ചോരപ്പാടുകളുണ്ട്. നിൽക്കുവാനുള്ള ഒരു ശേഷി പോലും അവനില്ലായിരുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവന് തോന്നുന്നത്. വേദനിക്കുന്ന കണ്ണുകളുമായിട്ട് അവൻ വീട്ടിലേക്ക് നടക്കുമ്പം ചുറ്റും ത്രിവർണ പതാക പറക്കുന്ന അനുഭവം മാത്രം അവന് സന്തോഷമായിട്ട് അനുഭവപ്പെടുകയാണ്. ദാസന്റെ ഈ കോലം കണ്ടിട്ട് ഗിരിജയുടെ മനസ്സ് വിഷമിക്കുകയാണ്. മുണ്ടും ഷർട്ടും ഒക്കെ ആകെ കീറിയിരിക്കുകയാണ്. പലയിടത്തും ചോരപ്പാടുകളുണ്ട്. അകത്തുനിന്ന് അമ്മയുടെ സ്വരം കേട്ടെങ്കിലും ഏട്ടൻ ഈ വേഷത്തിൽ അമ്മയെ കാണണ്ട എന്നാണ് ഗിരിജ പറയുന്നത്. കാരണം അമ്മയ്ക്കത് സങ്കടമാകും. ജയിലിൽ കിടക്കുന്നതായ ഭർത്താവും നാട് കടത്തപ്പെട്ടതായിട്ടുള്ള മകനും എന്തൊരു ഭാഗ്യം കെട്ടവളാണ് തൻ്റെ അമ്മയെന്ന് ദാസൻ ചിന്തിക്കുന്നുണ്ട്. അച്ചമ്മ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആദ്യം അച്ചമ്മയ്ക്ക് മനസ്സിലായിരുന്നില്ല ഈ ദാസൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന്. മൂപ്പൻ സാഹിബ് നൽകിയ ജോലി വേണ്ടെന്ന് വെച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമെന്നും തൻ്റെ മകന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്നും അവർ വിശ്വസിച്ചു. പോണ്ടിച്ചേരിയിൽ പോയി പഠിച്ചു വന്നവനാണ്, ബുദ്ധിയും വിവരവും ഉള്ളവനാണെന്നൊക്കെ അവർ വിശ്വസിച്ചു. ദാമു റൈറ്ററുടെ അറസ്റ്റോടെ എന്നാൽ കുറുമ്പിയമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയാണ്. വെള്ളക്കാരോട് മയ്യഴിയിൽ നിന്ന് പോകുവാനാണ് ഈ ദാസൻ പറയുന്നത്. കുറുമ്പിയമ്മയ്ക്ക് അത് വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയത്. ദാസനല്ല മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അവർ അവനെ ശാപിച്ചേനെമെന്നാണ് പറയുന്നത്. അച്ചമ്മയുടെ വികാരം ദാസന് മനസ്സിലാകും. നാളെ വെള്ളക്കാരി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മയ്യഴി എങ്ങും ആൾക്കാർക്ക് പൂത്തിരി കത്തിച്ചതുപോലെയുള്ള സന്തോഷം ഉണ്ടാകും. എന്നാൽ അച്ചമ്മയുടെ മനസ്സിൽ മാത്രം ദുഃഖം നിഴൽ വീഴ്ത്തുമെന്നാണ് പറയുന്നത്. ആരും അറിയാതെ അവർ കരയും. അച്ചമ്മ മൂപ്പൻ സാഹിബിനോട് എനിക്ക് വെറുപ്പില്ല, അത് അച്ചമ്മ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്. ആരെയും ദാസന് വെറുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ദാസൻ ഈ ലോകത്തിൽ ശത്രുക്കളിൽ എല്ലാവരെയും ദാസൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതാരും വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വാതിൽപ്പടിയിൽ കൗസുവമ്മ വന്ന് നിൽക്കുന്നുണ്ട്. കൗസുവമ്മയുടെ കണ്ണിൽ കണ്ണുനീരുണ്ട്. അമ്മയ്ക്കുണ്ടായതായിട്ടുള്ള ആ മാറ്റം ദാസനെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ചെറുതായി പോയിരിക്കുന്നു അവർ. തലമുടിയൊക്കെ പകുതിയിലധികവും കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. റൈറ്ററെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവരുടെ ഈ കിടപ്പ്. ദാസൻ കട്ടിലിരുന്ന് അമ്മയെ ആശ്വസിപ്പിക്കുവാനായിട്ടും സമാധാനിപ്പിക്കുവാനുമായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ദാമു റൈറ്ററുടെ
യാതൊരു വിവരവുമില്ല. ഈ വയസ്സുകാലത്ത് കണ്ണെത്താത്ത ഒരു നാട്ടിൽ ജയിലിൽ പോയി കിടക്കുക, പോരെങ്കിൽ കാസരോഗവും ഉണ്ട്. ഒരു ദിവസം മഞ്ഞോ മഴയോ കൊണ്ടെങ്കിൽ കിടപ്പിലായി പോകുന്നതായിട്ടുള്ള ഒരു പ്രകൃതമാണ് അയാളുടേത്. എങ്ങനെയാണ് ആ മനുഷ്യൻ ജീവിച്ചു പോകുന്നത്? അഥവാ ഇനി ജീവനോടുണ്ടായിരിക്കുമോ? കൗസമ്മയുടെ നെഞ്ചിൽ ഒരു തേങ്ങൽ ഉയരുകയാണ്. മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കാനാണോ മോനെ നീ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നതെന്നാണ് കൗസമ്മ ചോദിക്കുന്നത്. ദാസൻ പറയുന്നുണ്ട്, അമ്മേ, നമുക്കിനി കരയേണ്ടിയൊന്നും വരത്തില്ല. കാരണം കടലിൽ നിന്ന് വീശുന്ന ഇളങ്കാറ്റിൽ മയ്യഴിക്ക് മുകളിൽ പറന്നു കളിക്കുന്ന ത്രിവർണ പതാകകൾ എൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അമ്മയെ അവൻ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഗിരിജദാസനെ കട്ടിൽ കിടത്തി തിളയ്ക്കുന്ന വെള്ളത്തിൽ ദേഹം മുഴുവൻ ചൂട് പിടിപ്പിച്ചപ്പം, ശരീരത്തിൽ ആ ചൂടൊക്കെ തട്ടിയപ്പം അവൻ പയ്യെ മയങ്ങുകയാണ്. ദാസന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു ഉറക്കം എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പരിശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഉറങ്ങുകയാണ്. ഏട്ടനെക്കുറിച്ച് ഗിരിജയ്ക്ക് പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. കുറുമ്പിയമ്മയെ പോലെ ദാസൻ കോട്ടും കൽശരായും ഒക്കെ ധരിച്ചു നടന്നു വരുന്നൊന്നും അവൾ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷേ അവൾക്കും ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് ഏട്ടൻ ഉദ്യോഗസ്ഥനാകുന്നതും ആദ്യമായിട്ട് ശമ്പളം കിട്ടുമ്പം തനിക്കൊരു സാരി വാങ്ങിച്ചുകൊണ്ട് തരുന്നതും ഒക്കെയായിരുന്നു. പക്ഷെ കട്ടിലിൽ കമിഴ്ന്നു കിടന്നുറങ്ങുന്ന ദാസനെ ഇപ്പോൾ നോക്കിയിരിക്കുമ്പോൾ അവളിൽ ആ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അവൾക്ക് ഇപ്പോൾ ഒരേ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, തൻ്റെ ഏട്ടന് നല്ലത് വരണം. ഇവിടെ മയ്യഴി ദാസനെ വിളിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് അവൻ അധിക നേരം അങ്ങനെ കിടന്നുറങ്ങാനൊന്നും സാധിക്കുന്നില്ല. മൂപ്പൻ സാഹിബും പരിവാരങ്ങളും ഒക്കെ ബംഗ്ലാവിൽ ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് പോകണം, എങ്കിലേ തൻ്റെ ജീവിതത്തിലെ കാറും കോളും ഒക്കെ അടങ്ങിയുള്ളൂ. അതുവരെ തനിക്ക് ഉറക്കമില്ല എന്നാണ് ദാസൻ പറയുന്നത്. ഏട്ടൻ എങ്ങോട്ടാണ് ഇപ്പോൾ ധൃതി പിടിച്ചു പോകുന്നത്? ഇന്നെങ്ങും പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും വിശ്രമിക്കാനുള്ള സമയമൊന്നും തനിക്കായിട്ടില്ല മോളെ. ഏട്ടന് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൗസുവമ്മ ഉച്ചച്ചൂടിൽ മയങ്ങിയായിരുന്നു. ദാസനെ തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അവരുടെ കണ്ണിൽ നനവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആരാൻ്റെ നാട്ടിൽ ജയിലിൽ കിടക്കുന്ന ദാസൻ്റെ അച്ഛന് വേണ്ടിയുള്ള ഒരു കണ്ണീര് അവരുടെ മുഖത്തുണ്ടായിരുന്നു. എങ്ങും ത്രിവർണ പതാകകൾ ഇവിടെ പാറിക്കളിക്കുന്നു എന്ന് പറയുന്നു. മയ്യഴിയുടെ മക്കൾക്ക് ഇനിയും ഒന്നും വ്യക്തമാകുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അവർക്കറിയാൻ കഴിയുന്നുള്ളൂ. ഉണ്ണിനായരുടെ കള്ള് ഷാപ്പൊക്കെ വീണ്ടും തുറന്നു. മേശയുടെ പിന്നിലിരിക്കുന്നതായ ഉണ്ണിനായരുടെ മുഖത്തിപ്പോഴും അമ്പരപ്പാണ്. നിനക്ക് വല്ലതും മനസ്സിലായോ കുഞ്ഞാണ എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞാണൻ ഗ്ലാസ്സൊക്കെ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അവൻ തല കുലുക്കുന്നുണ്ട്. എന്തോ ആപത്ത് വരാൻ തുടങ്ങുന്നു എന്ന് കുഞ്ഞാണൻ പറയുന്നുമുണ്ട്. ഒരാപത്തും വരത്തില്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് സത്യമെന്ന് ഷാപ്പിലേക്ക് കയറി വന്ന ബാലൻ പറയുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ അപ്പോൾ അയാളുടെ മുഖത്തേക്ക് ചെന്നു. വെള്ളക്കാർ പോകുന്നു എന്നാണ് അയാൾ പറയുന്നത്. വെള്ളക്കാർ പോകുന്നോ? അവരെങ്ങോട്ട് പോകാനാ? ഇത് അവരുടെ നാടല്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പം ബാലൻ പുഞ്ചിരിച്ചോണ്ട് പറയാ, അല്ല, ഇത് അവരുടെ നാടല്ല, അവരുടെ നാട് കടലിനപ്പുറത്താണെന്നാണ് പറയുന്നത്. എന്നാൽ ഉണ്ണി നായർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ മയ്യഴിയിൽ വെള്ളക്കാരുണ്ട്. ഈ നാട് അവരുടേതാണ്, അവരെങ്ങും പോകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് വെള്ളക്കാർ ഈ നാട്ടിൽ നിന്ന് പോകരുത്. ഉണ്ണിനായർ ആ ആഗ്രഹം പറഞ്ഞപ്പോൾ ബാലൻ പറയുകയാണ്, ഉണ്ണിനായരുടെ ആ ആഗ്രഹമൊന്നും നടക്കത്തില്ല, അവരിന്ന് തന്നെ പോകുമെന്നാണ് പറയുന്നത്. കുഞ്ഞാണന് കള്ളൊന്നും ഇറങ്ങുന്നില്ല. ഉണ്ണിനായരുടെ മനസ്സൊക്കെ തളരുന്നുണ്ട്. വാസൂട്ടി അവിടെയൊക്കെ കടന്നു വരുന്നുണ്ട്. വാസൂട്ടിയെ കണ്ടിട്ട് ഉണ്ണിനായർ മനസ്സുനൊന്ത് ശപിക്കുന്നുണ്ട്. നിന്നോട് ദൈവം പൊറുക്കില്ലെന്നാ പറയുന്നത്. അപ്പോ ദാസനും വാസൂട്ടിയും ഒക്കെ നരകത്തിൽ പോകുമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നരകത്തിൽ പോയാലും അവർ പോകില്ല, കാരണം അവർ ഈ നാടിനു വേണ്ടി ജീവിച്ചവരാണെന്നാണ് വാസൂട്ടി പറയുന്നത്. ഗുണ്ടകളൊക്കെ എവിടെയോ പോയി മറഞ്ഞു എന്നാണ് പറയുന്നത്. 2 ദിവസമായിട്ട് ആ അച്ചുവിനെ ആരും കാണുന്നില്ല. കലാപകാരികൾ അയാളെ തേടി നടക്കുകയാണ്. രാവിലെ പപ്പനും വേറെ 2 ചെറുപ്പക്കാരും കൂടെ ഷാപ്പിൽ ചെന്നിട്ട് അയാളെ തിരക്കുന്നുണ്ട്. എടാ അച്ചു, നിന്നെ എവിടെയെങ്കിലും കണ്ടാൽ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറയുന്നുണ്ട്. പപ്പൻ അത് ചെയ്യുമെന്ന് ഉണ്ണിനായർക്കറിയാം, കാരണം അവൻ മടിയൊന്നും ഇല്ലാത്തവനാണ് എന്ത് ചെയ്യാനും. കമ്മീഷണറെ കുത്തിയ ആളല്ലേ. ഇവിടെ
ഏണിയെടുത്ത് ചുമരിൽ വെച്ചുകൊണ്ട് എണ്ണറ്റിന്നുമായിട്ട് കുഞ്ചക്കൻ അങ്ങനെ മുടന്തി നടന്നു പോകുന്നു. വാസൂട്ടിയുടെ മനസ്സ് കനത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. മയ്യഴിയുടെ മോചനം അയാളെ സ്വാഭാവികമായിട്ട് ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ആഹ്ലാദത്തോടു കൂടിയാണ് ഇവിടെ വാസൂട്ടി സ്വന്തം പുരയിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ എത്തിയതായിട്ടുള്ള അയാൾ ആകെ അസ്വസ്ഥനായി തീരുകയാണ്. അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ ആ സംഭവം എന്താണ്? മയ്യഴിയിലെ കലാപം കഴിഞ്ഞ് വീട്ടിലെത്തിയ വാസൂട്ടി കണ്ടത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടാകും. ആഹ്ലാദത്തോടെയാണ് വാസൂട്ടി സ്വന്തം പുരയിലേക്ക് നടന്നത്. എന്നാൽ അവിടെ എത്തിയ അയാൾ ആകെ അസ്വസ്ഥനായി തീരുകയാണ്. ഇറയത്ത് ആരും ഉണ്ടായിരുന്നില്ല. കഥ കടഞ്ഞു കിടക്കുകയായിരുന്നു. അയാൾ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ അവിടെ പായിലിരുന്ന് എന്തോ പറഞ്ഞു ചിരിക്കുന്ന സൗമിനിയും കൊമ്മിപ്പുരുഷവും. കല്ലുവമ്മ അടുക്കളപ്പടിയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. വാസൂട്ടിയെ കണ്ടപ്പോൾ ഇവർ 3 പേരും വല്ലാതായി. അമ്മയും സൗമിനിയും പുതിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. മയ്യഴിക്ക് വെളിയിൽ നിന്നുകൊണ്ട് പല കഥകളും അയാൾ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് ഇപ്പോൾ അയാൾക്ക് ബോധ്യവുമായി. അയാൾ വന്നത് അവർക്കിഷ്ടമായില്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? നാടിനു വേണ്ടി ത്യാഗം സഹിച്ച ഒരാളിൻ്റെ അനുജത്തിയാണ് നീ എന്ന കാര്യമെങ്കിലും നീ ഓർക്കണമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം വാസൂട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, കുട്ടികൾ വിശന്ന് കരഞ്ഞപ്പോഴും സുഖക്കേട് വന്ന് കഷായം വാങ്ങാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചപ്പോഴും അയാൾ എവിടെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇനി ആഹാരത്തിനുള്ള വക കൊണ്ടു തന്നാൽ ഞങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാമെന്ന് അമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തെ കഷ്ടപ്പെടുത്തത്തില്ല എന്ന് അയാൾ ഉറപ്പ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പുരുഷ എഴുന്നേറ്റിട്ട് തൊണ്ടിയോട് പിടിക്കപ്പെട്ട ഒരു കള്ളനെ പോലെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അയാളെ അല്ലെങ്കിൽ എന്ത് പറയാനാണ്? പറയുന്നെങ്കിൽ പുരുഷനെ മാത്രം പറഞ്ഞാൽ പോരാ, അയാളെ പോലെ ഈ പായിൽ മറ്റു പുരുഷന്മാരും വന്നിരുന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സൗമിനി പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. നാടിനു വേണ്ടി ത്യാഗം സഹിച്ച ഒരുത്തൻ്റെ പെങ്ങളാണ് നീ എന്ന് മറക്കരുതെന്നും അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ അമ്മ പറയുന്നത്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ വിശന്ന് കരഞ്ഞപ്പോൾ നാണം മറയ്ക്കാൻ തുണിയില്ലാതെ വിഷമിച്ചപ്പോൾ ഒരു തുള്ളി കഷായം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ നീ എവിടെയായിരുന്നു? അതുകൊണ്ട് ഈ ചെയ്തതൊരു തെറ്റല്ല എന്നാണ് ആ അമ്മ പറയുന്നത്. ഇപ്പോൾ കുറ്റം പറയാൻ വന്നിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. വാസൂട്ടിയെല്ലാം നിശബ്ദമായി കേട്ടു നിന്നു. ആരുടേതാണ് തെറ്റ്? സൗമിനി ഇങ്ങനെ ചെയ്തതിൽ തനിക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്വം എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ വിശക്കുമ്പോൾ തിന്നാൻ കൊടുക്കേണ്ടത് താനായിരുന്നു. നാണം മറയ്ക്കാൻ തുണിയില്ലാതിരുന്നു, ആഹാരമില്ലാതിരുന്നു. അപ്പോഴൊക്കെ താനായിരുന്നു അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് സൗമിനി അങ്ങനെ ആയതിൽ കുറ്റം തൻ്റേതൂടാണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ട്. വാസൂട്ടിക്ക് സ്വന്തമായിട്ട് വെറുപ്പ് തോന്നുകയാണ്. തന്നോടും തൻ്റെ കുടുംബത്തോടും മാത്രമല്ല, നീലാകാശത്തിന് ചുവട്ടിൽ പാറിക്കളിക്കുന്ന ത്രിവർണ പതാകയോട് പോലും പുച്ഛം തോന്നുന്നു. അയാൾ കുളിച്ചിട്ട് ആഹാരം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. ഈ പുരയിലിരുന്ന് ചോറ് തിന്ന കാലം അയാൾ മറന്നു. പക്ഷേ സർക്കാർ ഓഫീസിലെ ഗുമസ്തപ്പണി കഴിഞ്ഞതിന് ശേഷം, രാജിവെച്ചതിന് ശേഷം അയാൾ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. എന്നാൽ ഈ ആഹാരം താൻ കഴിക്കാമായിരുന്നോ എന്ന് ചിന്തിക്കുകയാണ്. സൗമിനിയുടെ അടുത്തിരുന്നിട്ട് ഈ ആഹാരം കഴിച്ചത് ശരിയായോ എന്ന് അയാൾ ചിന്തിക്കുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ ചോറ് തിന്നാൻ പാടില്ലായിരുന്നു എന്നും വിശ്വസിക്കുന്നു. എന്നാൽ കഞ്ഞിക്കുള്ള വക സമ്പാദിച്ചുകൊണ്ട് ഞാനിനി തരാം, ഒരു തെറ്റും ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. നിങ്ങളെ ഞാനിനി ഒരിക്കലും കഷ്ടപ്പെടുത്തത്തില്ല. നാടിനു വേണ്ടി ഞാൻ ചെയ്ത പ്രവൃത്തിയൊന്നും വൃഥാവിലായില്ല. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ വെള്ളക്കാരിവിടുന്ന് പോകും. രാജ്യത്തോടുള്ള തൻ്റെ കടമ അവസാനിക്കും. അപ്പോൾ തനിക്ക് തൻ്റെ കുടുംബത്തോടുള്ള കടമ നിറവേറ്റാൻ കഴിയും എന്നൊക്കെ വാസൂട്ടി ആശ്വസിക്കുകയാണ്. ആശ്വസിച്ച ശേഷം അവനോട് കിടന്നുറങ്ങാൻ ശ്രമിക്കുകയാണ്. മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവ് പ്രളയകാലത്തെ നോഹയുടെ പെട്ടകം പോലെ ആയിരുന്നു എന്ന് പറയുന്നു. വെള്ളക്കാരും പോലീസുകാരും ഗുണ്ടകളും അവരോട് കൂറുള്ള മയ്യഴിയുടെ മക്കളും അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബംഗ്ലാവിന് മുൻപിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. കലാപകാരികളും അവരുടെ അനുഭാവികളും ഒക്കെ ഉണ്ട്. ജനലിൻ്റെ അരികിൽ കയ്യിലൊരു ദൂരദർശിനിയുമായിട്ടൊക്കെ കണ്ണും നട്ട് നിൽക്കുകയാണ് മൂപ്പൻ സാഹിബ്. ബംഗ്ലാവ് വളയണമെന്നാണ് പപ്പൻ വീറോട് പറയുന്നത്. എന്നാൽ വാസൂട്ടി താക്കീത് കൊടുക്കുന്നുണ്ട്. പോലീസുകാർ ഇതുവരെ വെടിവെച്ചില്ല എന്നത് നേരൊക്കെയാണ്. പക്ഷേ
അവരുടെ കയ്യിൽ തോക്കുണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കണം. തോക്കിനെ പേടിക്കേണ്ട കാലം കഴിഞ്ഞെന്നാണ് പപ്പൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ആലോചിച്ച് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ നടക്കുകയാണ്. ഭരണചക്രം സ്തംഭിച്ചിരിക്കുന്നു. സ്കൂളും ഓഫീസും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. പരിവാരങ്ങളും മൂപ്പൻ സാഹിബും ഒക്കെ ഇപ്പോഴും ബംഗ്ലാവിൽ തന്നെ. മയ്യഴിയുടെ മുകളിലെ ത്രിവർണ പതാക അക്ഷീണം പറക്കുന്നു. കണാരേട്ടനും ദാസനും ബംഗ്ലാവിലേക്ക് സംഭാഷണത്തിനായിട്ട് പുറപ്പെട്ടപ്പോൾ വാസൂട്ടി ഭയക്കുന്നുണ്ട്, അവർ ബംഗ്ലാവിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമോ. ദാസനും കണാരേട്ടനും ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കുകയാണ്. അവിടെ കാവൽക്കാരൊന്നുമില്ല. പരിചാരകർ വന്ന് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഇതാ ഒരിക്കൽ കൂടി മൂപ്പൻ സാഹിബിന്റെ സ്വീകരണ മുറിയിലേക്ക് ദാസൻ ചെല്ലുകയാണ്. ഇവിടെ ദാസന്റെ മനസ്സിൽ ഒരു ചിരി വിടരുന്നുണ്ട്. കാരണം മുമ്പ് മൂപ്പൻ സാഹിബിന്റെ സ്വീകരണ മുറിയിലേക്ക് താൻ പ്രവേശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ് അയാൾ ചിന്തിക്കുന്നത്. നിന്റെ വിജയത്തിൽ സ്റ്റേറ്റ് ആഹ്ലാദിക്കുന്നുവെന്നും ഇന്നു മുതൽ സ്റ്റേറ്റ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വാഗ്ദാനങ്ങൾ നൽകുന്നതായിട്ടുള്ള ആ ഓർമ്മയാണ് അവനിപ്പോഴുണ്ടാകുന്നത്. എന്നാൽ ഇന്നെന്ന് പറയുന്നത് ദാസൻ്റെ ആ പഴയ കാലമല്ല. ആ കാലം കടന്നുപോയി. പഴയ ദാസനല്ല താന്. ഒരു രാജ്യത്തിൻ്റെ വിധിയുടെ ഭാരം ചുമക്കുന്ന വണ്ടിക്കാളയാണെന്നാണ് പറയുന്നത്. കണ്ണിലെ നീര് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ശരീരത്തിൻ്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. അച്ഛനെ പറ്റിയുള്ളതായിട്ടുള്ള ചിന്തകൾ ഇതൊക്കെ അവനെ അലട്ടുന്നുണ്ട് ഈ സമയത്ത്. ഏറെ ആലോചനകൾക്ക് ശേഷം ദാസനും കണാരേട്ടനും ബംഗ്ലാവിലേക്ക് സംഭാഷണത്തിനായിട്ട് പുറപ്പെട്ടു. ദാസനും കണാരേട്ടനും ഗേറ്റിലൂടെ അകത്തേക്ക് നടക്കുകയാണ്. അവിടെ കാവൽക്കാരില്ല. പരിചാരകരവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. മേയർ രാമൻ വക്കീലും സെക്രട്ടറി കരുണനും അവരെ സ്വാഗതം ചെയ്തു. അവസാനം അവർ മൂപ്പൻ സാഹിബിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം പുറം തിരിഞ്ഞ് വെയിൽ നോക്കിക്കൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. മുഖം തിരിക്കാതെ തന്നെ എന്തോ വേണമെന്ന് ചോദിക്കുക. അപ്പോൾ ദാസൻ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നാവശ്യപ്പെടുകയാണ്. മൂപ്പൻ സാഹിബ് ജാലകത്തിൻ്റെ പാളികളൊക്കെ അങ്ങ് തുറന്നിട്ടു. മുഖം കാണിക്കാതെ തന്നെ സമുദ്രത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മയ്യഴി തുറമുഖത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന പടക്കപ്പലുകളെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദാസനും ഒക്കെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഭയഭ്രാന്തരായിട്ട് ദാസനും കണാരേട്ടനും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. ഭയപ്പെട്ടിട്ട്, ഈ പടക്കപ്പലുകളെ കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഇവർ പുറത്തേക്ക് ഓടുന്നത്. ദാസനും കണാരേട്ടനും ബംഗ്ലാവിൽ സംഭാഷണത്തിന് പോയപ്പോൾ ഉണ്ടായത് എന്ത് എന്ന് ചോദ്യം ഉണ്ടാകും. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടതായ ദാസനോട് മൂപ്പൻ സാഹിബ് പറയുന്നത് എന്താണ്? ചക്രവാളത്തിൽ തെളിഞ്ഞു വരുന്നതായ പടക്കപ്പലുകളെ കാണിച്ചു കൊടുക്കുകയാണ്. മയ്യഴി തുറമുഖത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായിട്ടുള്ള പടക്കപ്പലുകളെ കണ്ടിട്ട് കണാരേട്ടനും ദാസനും ഒക്കെ ഭയന്ന് നിൽക്കുകയാണ്. അവരുടെ കാൽവിരലുകളിലൂടെ തരിപ്പ് കയറുകയാണ്. അവർ അന്ധരും ബധിരരും ഒക്കെ ആയി തീർന്നെന്ന് പറയും. എത്ര നേരം അങ്ങനെ അവർ നിന്നെന്നറിയത്തില്ല. സെക്രട്ടറി കരുണന്റെയും രാമൻ വക്കീലിന്റെയൊക്കെ ഉച്ചത്തിലുള്ള ചിരിയാണ് ഇവരെ ഉണർത്തുന്നത്. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഇവർ തിരിഞ്ഞു നടക്കുകയാണ്. ഗേറ്റ് കടന്ന് അവർ പുറത്തേക്ക് വരികയാണ്. പടക്കപ്പൽ വരുന്നു എന്ന വാർത്തയാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പരിഭ്രാന്തരായിട്ടുള്ള അവരും 4 ഭാഗത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. മയ്യഴിക്ക് മുകളിൽ അക്ഷീണം പറന്നുകൊണ്ടിരുന്നതായ ത്രിവർണ പതാകകൾ വിറയാർന്നു എന്ന് പറയുന്നു. ഉയർത്തെഴുന്നേറ്റ മയ്യഴിയുടെ മക്കളെ അടിച്ചമർത്താനായി ഇവരുടെ കാലുകളിൽ വീണ്ടും പാരതന്ത്ര്യത്തിന്റെ ചങ്ങലകൾ ഇടാനായി പടക്കോപ്പുകൾ വരുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം വീണ്ടും നിഷേധിക്കപ്പെടുകയാണ്. മൂപ്പൻ സാഹിബിന്റെ കയ്യിൽ വയർലെസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തില്ല കണാരേട്ട എന്നാണ് പറയുന്നത്. അയാൾ പെട്ടെന്ന് മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു മലമ്പനി പിടിച്ചവനെ പോലെ നിന്ന് വിറയ്ക്കുകയാണ്. കാതുകളിൽ 10,000 പടക്കപ്പലുകളുടെ ചൂളം വിളിയാണ് ഉയരുന്നത്. നമുക്ക് പോകാം കണാരേട്ട എന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ടാ മോനെ പോകുന്നത്? കണാരേട്ടൻ്റെ സ്വരം വളരെ ദയനീയമായിരുന്നു. മയ്യഴിക്ക് പുറത്ത് പടക്കപ്പലുകളെ തോൽപ്പിക്കുന്ന വലിയൊരു ജനകീയ വിപ്ലവത്തിന് തയ്യാറെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. ഞാൻ വരുന്നില്ല, ഞാനിവിടെ കിടന്ന് ചത്തോളാം. മയ്യഴിയെ ആലിംഗനം ചെയ്തുകൊണ്ട് കണാരേട്ടൻ മണ്ണിൽ കമഴ്ന്ന് അങ്ങനെ കിടക്കുകയാണ്. കണാരേട്ടനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ദാസന് ബുദ്ധിമുട്ടേണ്ടി വന്നു. 6 ദിവസം മയ്യഴിക്ക് മുകളിൽ കത്തിജ്വലിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ കരിന്തിരി കത്തിക്കിടുകയാണ്. ഇനി ഇവിടെ വീണ്ടും പോലീസുകാരും ഗുണ്ടകളും മേഞ്ഞു നടക്കും. ദാസൻ പതറാതിരിക്കാനായിട്ട് ശ്രമിച്ചു. അയാൾ മുണ്ട് മടക്കി കുത്തി ഉറച്ച കാൽവയ്പ്പുകളോടെ
നടന്നു. പള്ളിയിൽ നിന്ന് കൂട്ടമണി മുഴങ്ങി. മണിയുടെ ശബ്ദം ഒരു രോദനം പോലെ മയ്യഴിക്ക് മുകളിൽ പരന്നു. ഇനി ഇവിടെ നിന്നുകൂടാ. പോലീസുകാരും ഗുണ്ടകളും ഇപ്പോൾ നിരത്തിലിറങ്ങിയേക്കാം. വെള്ളപ്പട്ടാളം ഇപ്പോൾ തുറമുഖത്തിറങ്ങിയേക്കാം. ഇതുവരെ അവർ വെടിവെച്ചില്ല. മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവിൽ ചെന്നപ്പോൾ പിടികൂടാമായിരുന്നു. അവരത് ചെയ്തില്ല. എങ്കിലും ഇനിയും മയ്യഴിയിൽ നിൽക്കുന്നത് അപകടമാണ്. ദാസന് തോന്നി, ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരിക്കൽ കൂടി ഒരു പലായനം. വാസൂട്ടി ഓടി രക്ഷപ്പെട്ടു എന്ന വാർത്ത പപ്പനിൽ നിന്ന് അറിഞ്ഞ ദാസൻ പെട്ടെന്ന് സുഖമില്ലാതെ കിടക്കുന്നതായ തൻ്റെ അമ്മയെയും ഗിരിജയെയും അച്ചമ്മയെയും ഒക്കെ ഓർക്കുകയാണ്. പട്ടാളം കപ്പലിറങ്ങുന്നതായ നേരത്ത് ആളുകൾ കൂട്ടമായി പലായനം ചെയ്യുന്ന ഈ നിമിഷം തൻ്റെ അമ്മയെയും സഹോദരിയെയും ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് താൻ പോവുക? ദാസന് ഇതോർത്തപ്പോൾ വിഷമം തോന്നുകയാണ്. തല തിരിയുന്നത് പോലെ തോന്നുകയാണ്. അവൻ പറയുന്നു, പപ്പ, നീ കണാരേട്ടനെയും കൂട്ടി വേഗം പോയിക്കോ. ഇവിടെ പപ്പൻ സംശയിച്ച് നിൽക്കുകയാണ്. നിന്നെ ഇട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞാനൊരു കുട്ടിയൊന്നുമല്ല, വാദിച്ചു നിൽക്കാനുള്ള നിമിഷവുമല്ലിത്. പപ്പൻ കണാരേട്ടനെയും കൂട്ടിയിട്ട് മയ്യഴിക്ക് വെളിയിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. നാട്ടുകാരെ, വെള്ളപ്പട്ടാളം വരുന്നു, നാട്ടുകാരെ, മയ്യഴിയിൽ നിന്നൊഴിച്ചു പോകൂ, നാട്ടുകാരെ എന്നുള്ള ശബ്ദമാണ് ദാസന്റെ ചെവികളിൽ വന്ന് വീഴുന്നത്. സമുദ്രങ്ങൾ താണ്ടി വരുന്ന വെള്ളപ്പട്ടാളം എന്തും ചെയ്തേക്കാം. തങ്ങൾക്കെതിരെ ഉയർത്തെഴുന്നേറ്റ മയ്യഴിയുടെ മക്കളെ ചുട്ട് ചാമ്പലാക്കിയേക്കാം. മയ്യഴിയിൽ രക്തം പ്രവഹിച്ചേക്കാം. ഓള് ബോംബിടും കൊറമ്പി മുതുകിൽ ഭാണ്ഡവുമായി പലായനം ചെയ്യുന്ന ഉണ്ണിനായർ വിളിച്ചു പറയുന്നുണ്ട്. പുറകെ കുഞ്ഞാണനും കുഞ്ചക്കനും കുടുംബവും എല്ലാം കയ്യിൽ കിട്ടിയത് വാരിയെടുത്ത് ഓടുകയാണ് ചെയ്യുന്നത്. കുറുമ്പിയമ്മ അന്താളിച്ച് നിൽക്കുകയാണ്. കൂട്ടമായിട്ടുള്ള ഒരു പ്രയാണമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജീവന് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഇവർ സ്വത്തും പണവും ഒക്കെ അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു. പടക്കപ്പലുകൾ വിസർജിച്ച പുക ഒരു അണുസ്ഫോടനം പോലെ മയ്യഴിക്ക് മുകളിൽ പരന്നു നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ദാസൻ ഒരു തീരുമാനം എടുക്കുകയാണ്, അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ. എങ്ങോട്ടാണെന്ന് അവൻ അറിയത്തില്ല. മയ്യഴിക്ക് വെളിയിലേക്ക് കൊണ്ടുപോകണം, അത്രയും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അമ്മയെ കട്ടിലിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഗിരിജ വിഷമിക്കുകയാണ്. വൃദ്ധന്മാര്, കുട്ടികള്, സ്ത്രീകള്, രോഗികള് തുടങ്ങി മയ്യഴിയുടെ മക്കളെല്ലാം ഇവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറുമ്പിയമ്മ സ്വന്തം ആത്മാവിനോടെന്ന പോലെ മന്ത്രിക്കുകയാണ്, ഒരു ബോംബ് എടുത്തില്ല, വെള്ളക്കാർ നല്ലവരാണ്. പടക്കപ്പലുകൾ മയ്യഴിയിലെത്തിയതായിട്ടുള്ള ഈ നിമിഷത്തിലും അവർക്ക് വെള്ളക്കാരെ വിശ്വാസമാണ്. വെള്ളക്കാരോടുള്ള ആരാധനാഭാവം അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. സാധനങ്ങളൊന്നും അവരെടുക്കുന്നില്ല. ജീവനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അവര് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് ദാസൻ കാണുന്നത്, നിരത്തിൽ തൊട്ടു മുൻപിൽ അച്ചു നിൽക്കുകയാണ്. ഇതൊരു മറ്റൊരു പരീക്ഷണമാണോ ഇനി? കപ്പൽ നങ്കൂരമിട്ടു. അച്ചു പറയുകയാണ്, വെള്ളപ്പട്ടാളം കരയിലിറങ്ങി നിൽക്കുകയാണ്. മാറി നിൽക്ക്, എന്നെ തൊട്ടാൽ നിന്നെ ഞാൻ കൊല്ലും. അച്ചു പറയുക, ദാസ, നീ ഇനി ഇവിടെ നിൽക്കരുത്. ജീവൻ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഓടിപ്പോയിക്കോ. അല്പം വൈകിപ്പോയാൽ നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ പോകും എന്നാണ് അച്ചു പറയുന്നത്. ദാസൻ അയാളുടെ മുഖത്ത് പകച്ചു നോക്കുക. അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? അച്ചുവിൻ്റെ കയ്യിൽ പതിവ് പോലെ കത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, നിന്റെ അമ്മയും പെങ്ങളെയും ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത്. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എടോ, വേണമെങ്കിൽ എനിക്ക് നിന്നെ പിടിച്ച് പട്ടാളത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയും. നിന്നെ കൊല്ലാം, ആരും എന്നോട് ചോദിക്കത്തില്ല. അച്ചു ഒരിക്കൽ കൂടി ചിരിക്കുകയാണ് ഇവിടെ. ദാസന് പിന്നെ ഒന്നും മനസ്സിലായില്ല. ഇതൊക്കെ സ്വപ്നമാണോ? പടക്കപ്പലുകൾ പ്രയാണം ചെയ്യുമ്പോൾ നിരായുധനായിട്ട് മുന്നിൽ നിൽക്കുന്ന അച്ചു, ഇതെല്ലാം യാഥാർത്ഥ്യമാണോ? അഥവാ തനിക്ക് ഭ്രാന്ത് പിടിച്ചതാണോ? ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ് ഇവിടെ ദാസൻ നിൽക്കുന്നത്. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അച്ചു, നിങ്ങളെ ഞാൻ വിശ്വസിക്കുകയാണ്. ചതിച്ചാൽ ദൈവം നിനക്ക് മാപ്പ് തരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ദാസൻ ഇടറിയതായിട്ടുള്ള കാലടികളോടെ നിൽക്കുമ്പോൾ പിറകിൽ അമ്മയുടെയും ഗിരിജയുടെയും ഒക്കെ നിലവിളി കേൾക്കാൻ കഴിയുന്നുണ്ട്. വെള്ളപ്പട്ടാളം മയ്യഴിയിലെത്തിയപ്പോൾ ദാസൻ വീട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിച്ചതെങ്ങനെ? അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? വെള്ളപ്പട്ടാളം മയ്യഴിയിൽ എന്തെല്ലാമാണ് ചെയ്തത്? മയ്യഴിയുടെ മണ്ണിൽ കാലുകുത്തിയ വെള്ളപ്പട്ടാളം കലാപകാരികളെ കണ്ടില്ല. ശ്മശാനം പോലെ ശൂന്യവും മൂകവുമായ ഒരു മയ്യഴിയാണ് അവരെ സ്വാഗതം ചെയ്തത്. ആയുധധാരികളായിട്ടുള്ള പട്ടാളക്കാർ ആളൊഴിഞ്ഞ നിരത്തുകളിലൂടെ മാർച്ച് നടത്തി.
മെറിയുടെ മുകളിൽ പാറിക്കളിക്കുന്ന ത്രിവർണ പതാകകൾ അവർ നീക്കം ചെയ്തു. പിറ്റേ ദിവസം ആയുധമെടുക്കാതെ പട്ടാളക്കാര് നിരത്തിലിറങ്ങി. അവർ ഉണ്ണിനായർ ഉപേക്ഷിച്ചു പോയ ഷാപ്പിൽ കയറി മൂത്ത കള്ളു കുടിച്ചു. പശുക്കിടാങ്ങളെ ഓമനിച്ചു. മയ്യഴി പുഴയിൽ നീന്തി തുടിച്ചു. വെള്ളപ്പട്ടാളം വന്നത് തൻ്റെ പ്രജകളെ ഉപദ്രവിക്കാനല്ലെന്നും കലാപകാരികളിൽ നിന്ന് രക്ഷിക്കാനാണെന്നും മൂപ്പൻ സാഹിബ് പ്രസ്താവനയൊക്കെ ഇറക്കി. തൻ്റെ പ്രജകളിൽ മയ്യഴിയിലേക്ക് തിരിച്ചു വരാൻ മൂപ്പൻ സാഹിബ് ആവശ്യപ്പെട്ടു. എന്നിട്ടും നിരത്തുകൾ ഒഴിഞ്ഞു തന്നെ കിടന്നു. ഒരു ദിനം പെരുങ്കാലൻ അന്തോണി മയ്യഴിയിലേക്ക് വന്നു. അയാളെ പട്ടാളക്കാർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. ക്രമേണ ഒറ്റയായും കൂട്ടമായും ആളുകൾ മയ്യഴിയിലേക്ക് തിരിച്ചു വരുന്നു. അവർ വെള്ളക്കാർക്ക് ഇളനീര് കൊടുത്തും പായസം വെച്ചു കൊടുത്തും സൽക്കരിക്കുകയാണ്. മയ്യഴി വീണ്ടും സജീവമാവുകയാണ്. അപ്പോൾ വെള്ളപ്പട്ടാളത്തിൽ തിരിച്ചു പോകാനുള്ള സമയവും വരുന്നു. അവരെ യാത്ര അയക്കുവാനായി മയ്യഴിയുടെ മക്കൾ തുറമുഖത്ത് തടിച്ചുകൂടുകയാണ് ഉണ്ടായത്. ഇവിടെ പ്രധാനപ്പെട്ടതായ ചില ചോദ്യങ്ങളുള്ളത്: കലാപം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദാസൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് വെള്ളക്കാരി നാട്ടിൽ നിന്ന് പോകരുത്. സന്ദർഭം വ്യക്തമാക്കുക. കലാപം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദാസനെ അനുജത്തി എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? 23-ാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. 24-ാമത്തെ അധ്യായവുമായിട്ട് വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.